ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. കമ്പനി ബോർഡ് LGS പരീക്ഷയെ ലക്ഷ്യം വെച്ച് നമ്മൾ പഠനം തുടങ്ങിയിട്ട് ഇപ്പോൾ 10 ദിവസം പിന്നിടുന്നു. കറണ്ട് അഫെയർ, കണക്ക്, SCERT പാഠഭാഗങ്ങൾ, മുൻവർഷ ചോദ്യപേപ്പറുകൾ ഇവയെല്ലാം വിശകലനം നടത്തിയിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ആദ്യമായി കാണുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് കയറി കണ്ടു നോക്കുക. അതിനുശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക. നമ്മളിപ്പോൾ LGS തലത്തിലുള്ള പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ മുൻവർഷ ചോദ്യപേപ്പറിനെ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് PSC ഇപ്പോൾ നടത്തുന്ന നമ്മുടെ പരീക്ഷയുടെ സിലബസിനോട് അനുബന്ധിച്ചുള്ള മറ്റു പരീക്ഷയുടെ ചോദ്യപേപ്പർ. അതായത് ഇപ്പോൾ LGS പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ ചോദ്യപേപ്പർ അല്ല വിശകലനം ചെയ്യേണ്ടത്. ഒരു LGS അല്ലെങ്കിൽ മാക്സിമം LDC ലെവലിലുള്ള 10ാം തരം പ്രാഥമിക പരീക്ഷ ഇവയുടെ ചോദ്യപേപ്പറുകൾ എപ്പോഴും പഠിച്ചിരിക്കണം. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അങ്ങനെ പഠിക്കുമ്പോൾ ഇപ്പോൾ PSCയുടെ മാറ്റങ്ങൾ, ചോദ്യശൈലിയിലുള്ള വ്യത്യാസം, കറണ്ട് അഫെയർ ചോദിക്കുന്ന മേഖല എവിടുന്ന്, ഏത് വർഷത്തിൽ നിന്ന്, ഇങ്ങനെ തുടങ്ങിയ കുറേ കാര്യങ്ങളിൽ നമുക്കൊരു ക്ലാരിറ്റി ലഭിക്കും. അപ്പോൾ ഇന്നിപ്പോൾ നടന്ന ഡഫേദാർ, പവർ ലോണ്ടറി അറ്റൻഡർ, മേസൺ, സ്വീപ്പർ, LGS ആയ തുടങ്ങിയ പോസ്റ്റുകളിലേക്കുള്ള OMR പരീക്ഷയുടെ ചോദ്യപേപ്പറും ആൻസർ കീയുമാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് 100% പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പഠനത്തോട് നീതി പുലർത്തുന്നുവെങ്കിൽ, കമ്പനി ബോർഡ് LGS തന്നെയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ നന്നായി കണക്ക് പഠിക്കുക. PSC ബുള്ളറ്റിനിലെ 2025 അരച്ച് കലക്കി കറണ്ട് അഫെയർ പഠിക്കുക. അതുപോലെ തന്നെ SCERT പാഠപുസ്തകം 5 മുതൽ 10 വരെ ക്ലാസ് സയൻസും സോഷ്യലും പഠിക്കുക. പിന്നെ മുൻവർഷ ചോദ്യങ്ങളും കൂടെ പഠിച്ചാൽ നിങ്ങൾ സെറ്റാണ്. ഇതിനു വേണ്ടിയിട്ട് യൂസ്ഫുൾ ആകുന്ന വീഡിയോസ് SCERT, അത് കഴിയുമ്പോൾ കണക്ക്, അത് കഴിയുമ്പോൾ കറണ്ട് അഫെയർ, അത് കഴിയുമ്പോൾ മുൻവർഷ ചോദ്യപേപ്പർ. ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്ത് ഡെയിലി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നന്നായി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യ ചോദ്യം, താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് അവ ഏത് ആക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുക. ആദ്യത്തേത്, ഇത് B കോഡാണ്. ആദ്യത്തേത് ഒരു പ്രസ്താവന ചോദ്യമായിരുന്നു. പറഞ്ഞിരിക്കുന്ന സൂചനകൾ കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. 321 വിഭാഗങ്ങളും 10 പട്ടികകളും ഉണ്ടായിരുന്നു. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. ഇത് എന്തിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ നിങ്ങൾക്കൊരു വൈറ്റ് പേപ്പറിൽ ഒന്നിട്ട് ഉത്തരം എഴുതി പോകാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തതേത് എന്ന് കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ നിർമ്മാണത്തിൻ്റെ കാലയളവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 വർഷം 11 മാസം 17 ദിവസം. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. തെറ്റായിട്ടുള്ളത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു എന്നതാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ BR അംബേദ്കർ ആയിരുന്നു. ചെറുഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി. ചെറുഭരണഘടന 42ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? പാർലമെൻറ്റിൽ നിക്ഷിപ്തമായിരിക്കുന്നു. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? മൗലിക കടമകൾ. സമപന്തി ഭോജനം നടപ്പിലാക്കിയ സാമൂഹിക പരിഷ്കർത്താവിനെ തിരിച്ചറിയുക. സമപന്തി ഭോജനം അയ്യ വൈകുണ്ഠസ്വാമികൾ. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണെന്ന് കണ്ടെത്തുക. ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. കേരളത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ വാക്കുകളാണിവ. അദ്ദേഹം ആരാണെന്ന് തിരിച്ചറിയുക. ഇത് നമ്മൾ ഒരുപാട് ചോദ്യങ്ങളിൽ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളതാണ്. മഹാത്മാ അയ്യങ്കാളി. മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥ
ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്കറിയാം, വൈക്കം സത്യാഗ്രഹം. ചോദ്യം മിക്കവാറും ചോദിക്കാറുള്ളത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ നയിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? മന്നത്ത് പത്മനാഭൻ. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയ സ്ഥലം കണ്ടെത്തുക. ഉത്തരം ആലുവ. 10 ചോദ്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എല്ലാം GK-യിൽ നിന്ന് ചോദ്യങ്ങൾ. ഇതിൽ 6 ചോദ്യവും നിങ്ങൾക്കറിയാം മുൻവർഷ ചോദ്യങ്ങളിൽ നിന്നാണ്. അപ്പം ഇത്രയും പ്രസക്തിയുണ്ട് മുൻവർഷ ചോദ്യങ്ങൾക്ക് എന്നാദ്യം മനസ്സിലാക്കുക. എന്താണ് ബന്ധു ക്ലിനിക് പദ്ധതി? ബന്ധു ക്ലിനിക് എന്ന് പറയുമ്പോൾ അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ്. സത്യം, സമത്വം, സ്വാതന്ത്ര്യം, ഇതൊരു മലയാള പത്രത്തിൻ്റെ ആപ്തവാക്യമാണ്. പത്രം ഏതാണെന്ന് കണ്ടെത്തുക. പത്രം മാതൃഭൂമി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം നമുക്കറിയാം, നിസ്സഹകരണ സമരം. അവസാനത്തെ ബഹുജന സമരം ക്വിറ്റ് ഇന്ത്യ സമരം. താഴെ പറയുന്നവയിൽ റൗലത്ത് നിയമവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന കണ്ടെത്തുക. അപ്പോൾ നമ്മൾ ആദ്യം ബന്ധപ്പെട്ടതങ്ങ് മനസ്സിലാക്കണം. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാം, പ്രത്യേക കോടതികളിൽ രഹസ്യവിചാരണ നടത്താം, വിചാരണ കൂടാതെ തടവിലിടാം, കോടതിക്കെതിരെ അപ്പീൽ നൽകാമെന്നതാണ് തെറ്റായ പ്രസ്താവന. പൂന സന്ധി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അടുത്ത ചോദ്യം 15. പൂന സന്ധി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൂന സന്ധി BR അംബേദ്കർ. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ അസഫ് അലി. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? ജയ് ഹിന്ദ് സുഭാഷ് ചന്ദ്രബോസ്. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടത്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ BR അംബേദ്കർ. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനം ന്യൂഡൽഹി. അതൊരു വ്യത്യസ്തത ചോദ്യമാണ്. ബാക്കി ആ 20 ചോദ്യം എടുത്താൽ അതിൽ 14-15 ചോദ്യങ്ങളും മുൻവർഷങ്ങളിൽ ആവർത്തിച്ച ചോദ്യങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായി, ഭൂഷൺ രാമകൃഷ്ണ ഗവായി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി ചുമതലയേറ്റ വ്യക്തി സഞ്ജയ് മൽഹോത്ര. ഇന്ത്യ റിപ്പബ്ലിക്കായ തീയതി നമുക്കറിയാം 1950 ജനുവരി 26. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി കൊച്ചുകുട്ടിക്ക് പോലും അറിയാം, ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. സുബ്രഹ്മണ്യ ഭാരതി ഏതു ഭാഷയിലെ സാഹിത്യകാരനാണ്? സുബ്രഹ്മണ്യ ഭാരതി തമിഴ്. താഴെ തന്നിരിക്കുന്നവയിൽ വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽ പെടാത്തത്, അതായത് കൊമേഴ്സ്യൽ ബാങ്കുകൾ അല്ലാത്തത്, സഹകരണ ബാങ്ക്. കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹിമാൻ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേര് നമുക്ക് കേട്ട് പരിചിതമുണ്ട്. എൻ്റെ കേരളം എന്നും സുന്ദരം. ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം കേരളം. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്നതിന് മുൻപ് ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായിരുന്നു? ജാർഖണ്ഡ്. താഴെ തന്നിരിക്കുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തതേത്? പ്രാഥമിക മേഖലയിൽ വരാത്തത് ഗതാഗതം. കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം പശ്ചിമഘട്ടം. ഓർത്തോസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നു? അതൊരു വ്യത്യസ്തതയുള്ള ചോദ്യമാണ്. 742 അതിൻ്റെ ഉത്തരം. താഴെ പറയുന്നവയിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടാത്തതേത്?
കേരള ഭൂപ്രകൃതി, മലനാട്, ഇടനാട്, തീരപ്രദേശം. അപ്പോൾ ഉൾപ്പെടാത്തത് ഉത്തര മഹാസമതലം. കേരളത്തിലെ പ്രധാന ഖാരിഫ് വിള നെല്ല്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദി. കേരളത്തിൽ 44 നദികളുണ്ട്. 3 നദികൾ കിഴക്കോട്ടൊഴുകുന്നു: കബനി, ഭവാനി, പാമ്പാർ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ പാമ്പാർ. എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ വേമ്പനാട്ട് കായൽ. താഴെ പറയുന്നവയിൽ സഹ്യപർവ്വതം എന്ന് അറിയപ്പെടുന്ന പർവ്വതനിര. സഹ്യപർവ്വതം എന്നറിയപ്പെടുന്ന പർവ്വതനിര പശ്ചിമഘട്ടം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിക്ക് ഉദാഹരണം വിനോദ നികുതി. സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ഭൂപ്രകൃതി വിഭാഗം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ഭൂപ്രകൃതി ഇടനാട്. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരളം മിഷൻ പദ്ധതി താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? അത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഒഴുകട്ടെ. ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേര് സുഭിക്ഷ കേരളം. 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എല്ലാവർക്കും അറിയാം, വൈഭവ് സൂര്യവംശി. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പരമോന്നത പുരസ്കാരം JC ഡാനിയൽ അവാർഡിൻ്റെ 2025 ജേതാവ് ഷാജി N കരുൺ. ശ്രദ്ധിക്കുക, 2025 അവസാനം, അതായത് സെപ്റ്റംബറോടുകൂടി നടത്തിയ ഈ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ആനുകാലികം 2024 വർഷത്തെ 25 പകുതി വരെയുള്ള ഭാഗങ്ങളായിരുന്നു. അതിന് പിന്നിലോട്ടുള്ള ഒരു ആനുകാലിക ചോദ്യങ്ങൾ പോലും ഇല്ല. കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല കൊല്ലം ജില്ല. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം എന്ന ഖ്യാതി നേടിയത് വിഴിഞ്ഞം. മൗസിം എന്ന അറബി പദത്തിൻ്റെ അർത്ഥം മൗസിം, ഋതുക്കൾ. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഗോദാവരി. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി അറബിക്കടൽ. ഥാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വതനിര ആരവല്ലി നിര. മനുഷ്യൻ്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ. മനുഷ്യനാണ് കാടുകളും നീരുറവകളും ഭൂമിയുടെ ബലഭൂയിഷ്ടിയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണിനെ മരുഭൂമിയാക്കുകയല്ല, വിളഭൂമിയാക്കുകയാണ് വേണ്ടത്. ഇത് ആരുടെ വാക്കുകളാണ്? മസനോബു ഷിക്കുവോക്ക, പരിസ്ഥിതി പ്രവർത്തകനാണ്. ഭൂമിയിൽ അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവ് അത് SCERT നന്നായി പഠിച്ച ഒരാളെ എഴുതുള്ളൂ. നൈട്രജൻ്റെ അളവ് 78%, ഓക്സിജൻ്റെ അളവ് 21. ഇവിടെ തന്നിരിക്കുന്നതിൽ 20.9% കറക്റ്റ്. താഴെ പറയുന്നവയിൽ ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമാണ് ത്വക്ക്, പല്ല്, മോണ എന്നിവയിലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ത്വക്ക്, പല്ല്, മോണ, വൈറ്റമിൻ സി. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥൻ. കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം ആരുടെ ആത്മകഥയാണ്? കണ്ടൽക്കാട് കേൾക്കുമ്പോഴേ ഓർമ്മ വരും കല്ലേൽ പൊക്കുടൻ. മനുഷ്യ ശരീരത്തിൽ ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തി ഡയഫ്രം. ശ്വസിക്കുമ്പോൾ ഡയഫ്രം ഉയരുന്നു, താഴുന്നു. ഇതൊക്കെ നമ്മൾ SCERT പഠിക്കുന്നതാണ്. ഭക്ഷ്യവിള ഇനം. ഇതിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ശരിയായ ജോഡി മുളക് ഉജ്ജ്വലയാണ്, തക്കാളി അക്ഷയയാണ്, പയറ് ലോലയാണ്, നെല്ല് പവിത്ര. അപ്പം ശരിയായ ജോഡി ഒന്നേ ഉള്ളൂ, മുളക് ഉജ്ജ്വല. 1 കലോറി സമം 4.2 ജൂളാണ്. പാമ്പ് ഇരപിടിക്കാൻ ഡാഷിലൂടെയുള്ള ശബ്ദപ്രേഷണം പ്രയോജനപ്പെടുത്തുന്നു. തറയിലൂടെ കമ്പനം വഴിയാണ് പാമ്പ് മനസ്സിലാക്കുന്നത്. മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം. ശുക്രനിൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിനായി
ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിൻ്റെ പേര്. ശുക്രനിൽ ദൗത്യത്തിൻ്റെ പേര് വീനസ് ഓർബിറ്റർ മിഷൻ. വീനസ് മീൻസ് ശുക്രൻ. താഴെ തന്നിരിക്കുന്നവയിൽ 2024 രസതന്ത്ര വിഭാഗം നോബൽ അവാർഡുമായി ബന്ധം ഇല്ലാത്ത വ്യക്തി. ഹാൻകാക്ക്. അതൊരു ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഏതൊരാറ്റത്തിൻ്റെയും ബാഹ്യ ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. ബാഹ്യ ഓർബിറ്റലിൽ പരമാവധി 8 ഇലക്ട്രോണുകൾ. തന്നിരിക്കുന്ന സംയുക്തങ്ങളെ അലൂമിനിയത്തിൻ്റെ ധാതു കണ്ടെത്തുക. അലൂമിനിയത്തിൻ്റെ ധാതു. ഇവിടെ തന്നിരിക്കുന്നതിൽ അലുമിനിയത്തിൻ്റെ ധാതു ക്രയോലൈറ്റ് ആണ്. പക്ഷെ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് അലുമിനിയത്തിൻ്റെ ധാതു ബോക്സൈറ്റ് എന്നാണ്. പ്രധാനപ്പെട്ട അയിര് ബോക്സൈറ്റ് തന്നെയാണ്. കലാമിൻ സിങ്കിൻ്റെ അയിരാണ്. കൊപ്രൈറ്റ് കോപ്പറിൻ്റെ അയിരാണ്. മാഗ്നറ്റൈറ്റ് അയണിൻ്റെ അയിരാണ്. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം. ശ്വാസകോശ ക്യാൻസർ. ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന വാക്സിൻ BCG. കഴിഞ്ഞ SCERT ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. താഴെ പറയുന്നവയിൽ വായുജന്യ രോഗമല്ലാത്തത് മലേറിയ, കൊതുക് പരത്തുന്ന രോഗം. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ പദ്ധതി ആരോഗ്യ കിരണം. ചുവടെ തന്നിരിക്കുന്നതിൽ ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത്. ആർദ്രം മിഷൻ ജനസൗഹൃദ ഔട്ട് പേഷ്യൻ്റ് സേവനം, PHCയെ FHC ആക്കാനുള്ള എഞ്ചിനീയറിംഗ് ചെയ്യുക, ആരോഗ്യ സേവനങ്ങളുടെ സ്റ്റാൻഡർഡൈസേഷൻ. ശ്രവണ വൈകല്യം അതുമായിട്ട് ബന്ധപ്പെടുന്നില്ല. കേരള സർക്കാരിൻ്റെ അശ്വമേധം പദ്ധതി. അശ്വമേധം നമുക്കറിയാം കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിർമ്മാർജ്ജനം. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച രാജ്യം ചൈന. വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് 2024 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ 1-ാം സ്ഥാനം കേരളം എന്ന് പറയപ്പെടുന്നു. 2024 ആഗസ്റ്റിൽ സംസ്ഥാന സർക്കാരിൻ്റെ ശുപാർശ പ്രകാരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് കൊച്ചുവേളി തിരുവനന്തപുരം നോർത്തും അടുത്തത് തിരുവനന്തപുരം സെൻട്രലുമായി മാറി. 2024 സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ദക്ഷിണേഷ്യയിൽ ഇതുവരെ വന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ MSC ക്ലോഡ് ഗിറാഡറ്റ്. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ. എലിപ്പനിയുടെ പേര് തന്നെ ലെപ്റ്റോസ്പൈറോസിസ് എന്നാണ്. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ലെപ്റ്റോസ്പൈറ ഇക്ടറോഹെമറാജിക്ക. B ആണ്. കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന ജീവിതശൈലി രോഗം BP, അമിത രക്തസമ്മർദ്ദം. എയ്ഡ്സ് രോഗം പകരുന്നത് HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ, അതല്ലെങ്കിൽ കുത്തിവയ്പ്പിലൂടെ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെ, ഇതിലൂടെയൊക്കെയാണ് പകരുന്നത്. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടമുണ്ടാകുന്ന ജനിതക രോഗാവസ്ഥയുടെ പേര് ഹീമോഫീലിയ. തന്നിരിക്കുന്ന സംഖ്യയിൽ ഒറ്റയാൻ ആര്? കണക്കാണ്. ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെ 21 ഒറ്റയാൻ. കാരണം ബാക്കിയെല്ലാം അഭാജ്യ സംഖ്യകളാണ്. 62K എന്നത് ഒരു 3-അക്ക സംഖ്യയാണ്. അത് 3ൻ്റെ ഗുണിതമാണ് എങ്കിൽ Kയുടെ വിലയായി വരാവുന്ന സംഖ്യ. 62 3ൻ്റെ ഗുണിതമാകണമെങ്കിൽ ആ 3 സംഖ്യയുടെ കൂട്ടുമ്പോൾ അത് 3ൻ്റെ ഗുണിതമാകണം. 6ഉം 2ഉം 8. 8ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 9, അത് 3ൻ്റെ ഗുണിതമാകും. അപ്പോൾ 1 വരാം. 8ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 12, അതും വരാം. 8ൻ്റെ കൂടെ 7 കൂട്ടിയാൽ 15, അതും വരാം. അപ്പോൾ 1, 2, 3 ഇത് 3ഉം ശരിയുത്തരമായിട്ട് വരാം. ചെയ്യുന്ന രീതി 1, 2, 4 1, 2, 4 ഓപ്ഷനുകൾ ശരിയായിട്ട് വരാം. വരിയായി അടക്കി വെച്ചിരിക്കുന്ന റോസാച്ചെടി. ഒരെണ്ണത്തിൽ പൂക്കളുള്ളത്. മുന്നിൽ നിന്ന് എണ്ണുമ്പോൾ ആ ചെടി 32ാമതിരിക്കുന്നു. പിന്നിൽ നിന്ന് എണ്ണുമ്പോൾ ആ ചെടി 17ാമതിരിക്കുന്നു. എങ്കിൽ ആ വരിയിൽ എത്ര റോസാച്ചെടികളുണ്ട്? മുന്നിൽ നിന്ന് എണ്ണുമ്പോൾ 32ാമത്, പുറകിൽ നിന്ന് 17 ആയതുകൊണ്ട് ആ ചെടിക്ക് ശേഷം 16 ചെടിയും കൂടെ ഉണ്ട്.
അപ്പോൾ മൊത്തം 48 ചെടികളാണ് അവിടെ ഉള്ളത്. താഴെ തന്നിരിക്കുന്ന പദങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുക. കലം, അടുപ്പ്, അടുക്കള, വീട്, ഗ്രാമം. അങ്ങനെയാണ് വരേണ്ടത്. കലം, അടുപ്പ്, അടുക്കള, വീട്, ഗ്രാമം. ഒരാൾ വീട്ടിൽ നിന്ന് 8 കിലോമീറ്റർ, ഇങ്ങനെയുള്ള കേസിൽ നിങ്ങൾ പടം വരയ്ക്കണം. 8 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 4 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. അവിടെ ചെന്ന് തുടർന്ന് 6 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം അവിടുന്ന് 4 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. ഇപ്പോൾ വീട്ടിൽ നിന്നും അയാളുടെ സ്ഥാനം എവിടെയാണ്? അപ്പോൾ വീട്ടിൽ നിന്ന് സത്യം പറഞ്ഞാൽ ആ വ്യക്തി നിൽക്കുന്ന സ്ഥാനം ഈ പടത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. വടക്കാണ്. ആദ്യം വടക്കോട്ട് സഞ്ചരിച്ചു. പടം 1 മിനിറ്റ് ഒന്നുകൂടെ വരച്ചോട്ടെ. 8 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു. വടക്കോട്ട് ചെന്നിട്ട് വടക്കോട്ടാണ് പോയത്. അവിടെ നിന്ന് 4 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. കിഴക്കെത്തിക്കഴിഞ്ഞപ്പോൾ 6 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ വലത്തോട്ട് സഞ്ചരിച്ചു. വീണ്ടും അവിടെ നിന്ന് 6 കിലോമീറ്റർ വടത്തോട്ട് സഞ്ചരിച്ചു. അപ്പോൾ ആൾ നിൽക്കുന്നത് വടക്കെന്നാണ് ഇതിൽ ഉത്തരം. പക്ഷേ എനിക്ക് പടം വരച്ച് നോക്കിയിട്ട് ആൾ നിൽക്കുന്നത് തെക്കായിട്ടാണ് കിട്ടുന്നത്. തെക്ക് എത്ര കിലോമീറ്റർ മാറിയാണെന്ന് ചോദിച്ചാൽ 2 കിലോമീറ്റർ മാറി. അടുത്ത ചോദ്യം 8.5 ഗുണം 6.3 കെ ആണെങ്കിൽ കെയുടെ വില ഒന്നുമില്ല. 85നെ 63 കൊണ്ട് ഗുണിക്കണം. 85നെ 63 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയിൽ 2 ദശാംശ സ്ഥാനം ഇട്ട് കൊടുക്കുക. 53.55. 135, 75, 90 ഇവ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് HCF എടുക്കണം. ഉത്തരം 15. റൂട്ട് ഓഫ് 9 + 6x ആണെങ്കിൽ എക്സിൻ്റെ വില 9 + 16 25. റൂട്ട് ഓഫ് 25 5. അപ്പോൾ എക്സിൻ്റെ വില 5. അടുത്ത ചോദ്യം 108 km/h ശരാശരി വേഗതയിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ 1 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? 108 km/h m/s ആക്കാൻ 5/18 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 6 5 30. സെക്കൻഡിൽ 30 മീറ്റർ. മിനിറ്റിൽ 30 × 60 1800 മീറ്റർ. അടുത്ത ചോദ്യം 400 രൂപയുള്ള സാധനത്തിന് 12% ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? 400ൻ്റെ 12% 48. അപ്പം 448 രൂപയ്ക്ക് വിൽക്കണം. 2ൽ നിന്നും എത്ര കുറച്ചാൽ 0.99 കിട്ടും? അത് കിട്ടാൻ 2ൽ നിന്ന് നമ്മൾ 0.99 കുറച്ച് നോക്കിയാൽ മതി. ഇവിടെ 0 ഇവിടെ നിന്നാണ് വെട്ടിയെടുക്കുന്നത്. ഇവിടെ 10 ആകും, ഇവിടെ 10 ആകും, പിന്നെ ഇവിടെ 9 ആകും. അപ്പോൾ ഉത്തരം ഇവിടെ 1 ആകും. 1.01. ഉത്തരം 1.01. അടുത്ത ചോദ്യം ഒരു ടാങ്കിൽ 3 ഭാഗം വെള്ളമുണ്ട്. 80 ലിറ്റർ കൂടി ഒഴിച്ചപ്പോൾ ടാങ്ക് നിറഞ്ഞു. എങ്കിൽ ടാങ്കിൽ ആകെ എത്ര വെള്ളം കൊള്ളും? 3 വെള്ളം ഉണ്ട്. അപ്പോൾ ഒഴിച്ച വെള്ളം എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 എക്സിൻ്റെ 2 80 ലിറ്റർ. എക്സ് കാണാൻ 80 × 5/2 400/2 200 ലിറ്ററാണ് അതിൻ്റെ കപ്പാസിറ്റി. റൂട്ട് ഓഫ് 1225 35 ആണെങ്കിൽ റൂട്ട് ഓഫ് 0.1225. ചോദ്യത്തിൽ 4 ദശാംശ സ്ഥാനം ഉണ്ടെങ്കിൽ ഉത്തരത്തിൽ 2 വേണം. അപ്പോൾ എ ആണ് അവിടുത്തെ ആൻസർ. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ 4 കളിയിൽ നേടിയത് 6, 50, 20, 24. അയാളുടെ ശരാശരി കാണാൻ തുക ഭാഗം എണ്ണം. തുക 50, 20, 70, 24, 94, 6, 100. 100നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 25 ശരാശരി. 2 സംഖ്യകളുടെ ഗുണനഫലം 36. ഉസാഗ 3 എങ്കിൽ ലസാഗു എത്ര? സംഖ്യകളുടെ ഗുണനഫലം സമം ലസാഗു × ഉസാഗ. അപ്പോൾ ലസാഗു കാണാൻ ഗുണനഫലത്തെ ഉസാഗ കൊണ്ട് ഹരിക്കുക 12. 22, 27, 31 ശ്രേണിയാണ്. ആദ്യം 5 കൂട്ടി, പിന്നെ 4 കൂട്ടി, പിന്നെ 3 കൂട്ടി, പിന്നെ 2 കൂട്ടി. അപ്പോൾ നമ്മൾ 1 കൂട്ടണം.
37. ഒരു പ്രത്യേക കോഡിൽ ബിജു എന്നതിനെ CJKV, BC IJJKUV. അപ്പോൾ രമയെ എഴുതണമെങ്കിൽ RS EF MN AB, SFNB ആണ് ആൻസർ. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് വൃത്തം, ബാക്കിയെല്ലാം നേർരേഖകളാണ്. ഇപ്പോൾ അപ്പുവിൻ്റെ വയസ്സിൻ്റെ 9 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. അപ്പുവിന് X ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് 3X, അപ്പുവിന് X അമ്മയ്ക്ക് 3X. 3 വർഷം കഴിയുമ്പോൾ അത് 5 മടങ്ങാകും. 3 വർഷം കഴിയുമ്പോൾ അപ്പുവിന് X+5, അമ്മയ്ക്ക് 3X+5. ഇപ്പോൾ അമ്മയ്ക്ക് അപ്പുവിനേക്കാൾ എത്ര വയസ്സ് കൂടുതലുണ്ടെന്നാണ് ചോദ്യം. ഇത് രണ്ടും കൂടെ ഇക്വേഷൻ എഴുതി സോൾവ് ചെയ്യണം നമ്മൾ. 24 വയസ്സാണ് ഉത്തരം. 18 - 4 × 8 ഡിവിഷൻ 2. ബോഡ്മാസ് നിയമം. ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, പിന്നെ ഡിവിഷൻ ചെയ്യണം. ഡിവിഷൻ ചെയ്യുമ്പോൾ 18 - 16 ഉത്തരം 2. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ SCERT പാഠഭാഗവും മുൻവർഷ ചോദ്യപേപ്പറും പഠിച്ച് നമ്മൾ പറയുന്നത് പോലെ കറണ്ട് അഫെയറും കണക്കും ഒക്കെ ചെയ്ത് ശീലിച്ചാൽ 100-ൽ 80 മാർക്ക് ഈ ഒരു എക്സാമിൽ സിമ്പിളായിട്ട് മേടിക്കാൻ സാധിക്കും. കമ്പനി ബോർഡ് LGS പരീക്ഷയും ഏകദേശം ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും. 100% വിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാം. വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു.